ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഈ ഇടയായിട്ട് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. അതായത് ലാലേട്ടനെ കുറിച്ച് എന്താണ് ബ്രോ ഒന്നും പറയാത്തത്, എന്താണ് ചേട്ടാ ലാലേട്ടന്റെ വീഡിയോസ് ഒന്നും ഇല്ലേ? ഇപ്പൊ ടെർബോ കൂടെ വന്നതിന് ശേഷം മമ്മൂക്ക വീഡിയോസ് മാത്രമാണല്ലോ, ലാലേട്ടനെ കുറിച്ചെങ്കിലും ഒരു വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതാണ് ബെസ്റ്റ് ടൈം. നാളെ 21 മെയ് അല്ലേ? മെയ്, അതെ, യെസ്, ലാലേട്ടന്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അഡ്വാൻസ് വിഷസ് ലാലേട്ട. അഡ്വാൻസ് ഒന്നും പറയാനില്ല, ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോസ് ചെയ്യാത്ത നമുക്ക് അതിനുള്ള കണ്ടന്റ് അത്രമാത്രം വരാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി ഈ ഒരു ജന്മദിനത്തിന് ശേഷം വരുന്ന ഒരു വർഷം മികച്ച പടങ്ങളാണ് വരാനുള്ളത്. ബാറോസ് അടക്കം, എമ്പുരാൻ അടക്കം, റംബാൻ, അങ്ങനെ ഒരു പിടി നല്ല സിനിമകളാണ് വരാനുള്ളത്. സോ അദ്ദേഹത്തിന്റെ വലിയ കംബാക്ക് ആവും എന്നുള്ളത് ഉറപ്പാണ്. കംബാക്ക് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും തോന്നും, എന്താണ് അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കംബാക്ക് വരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. നടൻ എന്ന രീതിയിലല്ല, നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടുക, നല്ലൊരു സിനിമ സംഭവിക്കുക, പിന്നെ നമ്മൾ ലാലേട്ടൻ്റെ ഒരു മാനറിസവും ആ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജറ്റിക് പെർഫോമൻസ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ സംഭവിക്കുക എന്നുള്ള അത്തരത്തിലുള്ള ഒരു കംബാക്കാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നടൻ എന്ന രീതിയിൽ കുയിന്തന്മാർ ചിലപ്പോൾ പറയും ലാലേട്ടൻ പോരാ പോയി എന്നൊക്കെ. അത് ഒരു പടം നല്ല പടം വരുമ്പോൾ തീരാവുന്നേ ഉള്ളൂ. ഒരൊറ്റ പടം ഒന്നും വേണ്ട, 5 മിനിറ്റുള്ള ഒരു നല്ലൊരു സീന് മതി ലാലേട്ടന് തിരിച്ചു വരാൻ. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു കംബാക്ക് എന്ന് പറയാൻ എവിടെയും പോയിട്ടില്ല, പുള്ളി അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് 2 വീഡിയോ ആണ് ചെയ്യേണ്ടത്. ഒന്ന് അഗ്നീഷ് അപ്പു, അങ്ങനെയാണ് പേര് തോന്നുന്നു, അത് അജീഷ് അപ്പു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തന്നിട്ടുള്ള ലിങ്ക് ഉണ്ട്. AA കട്ട്സ് എന്നാണ് ഇതിന്റെ ചാനലിന്റെ പേര്. അതിൽ ഒരു 2.5 മിനിറ്റ് നേരം വരുന്ന ഒരു മാഷപ്പ് ഉണ്ട്, ബർത്ത്ഡേ മാഷപ്പ്. കോപ്പറേറ്റ് ഒന്നും ഇല്ലാതാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത് ചെയ്യണം. അതല്ലാണ്ട് നമുക്ക് റിച്ചു വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ, ഞാൻ ഇത് കുറച്ചുകൂടെ മുമ്പ് എടുത്തു വെച്ചാണ്, 1-2 ആളുകൾ നമ്മൾ സജസ്റ്റ് ചെയ്തതാണ്. മോഹൻലാൽ ബർത്ത്ഡേ സ്പെഷ്യൽ മാസ്റ്റപ്പ് 2024 എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ച്വലി ഒരു ട്രിബ്യൂട്ട് വീഡിയോ 8 മിനിറ്റോളം വരുന്നുണ്ട്. രണ്ടും നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് വാച്ച് ടുഗദർ. നമ്മുടെ കുങ്ഫു പാണ്ട പറയുന്ന പോലെ സ്കെറ്റ്യൂഷ് എവിടെയോ കണ്ടിട്ടില്ലല്ലോ. ഡിസ്ക്ലൈമർ, മറ്റേ വീഡിയോക്ക് കോപ്പറേറ്റ് ഇല്ലെങ്കിൽ ഇതിനെങ്ങാനും കോപ്പറേറ്റ് ഉണ്ടാവും. അഭിനയത്തിൽ അനായാസത കൈമുതലാക്കിയ അസാമാന്യ പ്രതിഭയെന്ന് ലോകം തന്നെ വാഴ്ത്തിയ നടൻ. പക്ഷെ ആ ലാലേട്ടനെ എവിടെയോ മലയാളിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ മുറവിളി. സമീപ സിനിമകൾ കടുത്ത മോഹൻലാൽ ആരാധകർക്ക് പോലും സമ്മാനിച്ചത് നിരാശയാണെന്നുള്ളതാണ് സത്യം. നെയ്യാറ്റിൻകര ഗോപനും ലക്കി സിംഗും കാളിദാസും ഒന്നും മലയാളി കാഴ്ചക്കാരെ ഒരു തരത്തിലും തൃപ്തിപ്പെടുത്തിയില്ല എന്ന് സമ്മതിക്കാം. കേവലം ഒരാണ്ടിന്റെ കണക്കെടുപ്പിൽ തീരുന്നതല്ല ഈ അഭിനേതാവ് തുറന്നു വെച്ച ഭാവസമുദ്രമെന്ന് ഓർക്കണം. ഭാവസമുദ്രം. ജീവിതം തുടങ്ങിയപ്പോ ഒരു വാശിയോടെ നേടിയെടുത്ത സിംഹാസനം ബർത്ത്ഡേ സ്പെഷ്യൽ മാച്ചപ്പ്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ലാലിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ ചിരിച്ചു പോകുന്ന, അനായാസമായി ലാൽ ബിഹേവ് ചെയ്യുന്നു. പക്ഷെ ആ അനായാസതയ്ക്ക് വലിയ വിലയുണ്ട് എന്ന് പറയുന്ന ചില ഷോട്ടുകളുണ്ട്. തൊഴിലാളിയുടെ കണ്ണുകളഞ്ഞാൽ സിംഹമായി മാറും. ഈ പ്രേമിക്കുന്ന പെമ്പിള്ളാരൊക്കെ കല്യാണം കഴിക്കാൻ ഞാനാര്? ശ്രീകൃഷ്ണ ഭഗവാനോ? എന്താ ചേട്ടാ ഈ പെമ്പിള്ളാർക്കൊക്കെ എന്നെ കാണുമ്പോ ഇത്ര ആവേശം? ഞാൻ അത്രയ്ക്ക് സുന്ദരനാണോ? സുന്ദരനാണോന്നോ? എന്നോട് പറ. I love you. ഒരു യുവസുന്ദരന്റെ മുഖത്ത് നോക്കി ഒരു യുവസുന്ദരി പ്രേമിക്കണോ എന്ന് ചോദിച്ചാൽ ആരായാലും 2 കൈയും കെട്ടി നിന്ന് തരും. പക്ഷേ ഐ എം സോറി, നിങ്ങൾ ക്ഷമിക്കൂ, അങ്ങനെ പ്രേമിക്കാൻ പറ്റിയൊരു മൂഡിലല്ല ഞാൻ. പുലിമുരുകൻ.
ചെകുത്താന്റെ ചോരയടാ എന്റെ അപ്പൻ്റെത്. ആ ചോരയിലുണ്ടായതാ ചാർലി. ചെകുത്താനും നിഗ്രഹിക്കാം. നിന്റെ കുളിച്ച വർത്താനവും പൂങ്കണ്ണീരും കത്തിക്കും ഞാൻ. ഇനി ഒരുത്തരത് ദേഹത്തോട്ടാ ഞാൻ അവരെ കൊന്നിട്ടേ പോകും. ഇത് പഴയ സേതു മാത്രമല്ല, കൊന്നും കൊടുത്ത് പേര് ചെയ്തവരെ. വാടാ കുട്ടിയൻ. നോട്ടുണ്ടല്ലോ, കാണിച്ചില്ല. ഒടിയൻ എന്ന ചിത്രത്തിൽ താങ്കൾ സംതൃപ്തനാണോ? അല്ല, ചിത്രത്തിന്റെ ഒരു എക്സ്പെക്ടേഷൻ വളരെ വലുതായിരുന്നു, പക്ഷേ ചിത്രം വന്നപ്പോൾ അത്രയും മാസ് അല്ല എന്നുള്ള നിലയിൽ തന്നെ വലിയ നിലയിൽ ആക്രമണം ഉണ്ടായിരുന്നു. കുറച്ചു കാലങ്ങളായിട്ട് മോഹൻലാൽ എന്ന നടന വിസ്മയം മങ്ങിക്കിടക്കുകയാണ്. മണിരത്നവും പ്രിയദർശനും വാഴ്ത്തിയ മോഹൻലാൽ ഇന്ന് വാഴ്ത്തപ്പെടുന്നത് പല ട്രോൾ ഗ്രൂപ്പുകളും വാഴ്ത്തിയിട്ടാണ് ഇന്ന് മോഹൻലാൽ അറിയപ്പെടുന്നത്. മോഹൻലാലിന്റെ കരിയർ അവസാനിച്ചത് പലരും വിധി എഴുതി. മോഹൻലാൽ ആരാധകരും സമ്പൂർണ്ണ നിരാശയിലായി. ഞാനൊരു മെഗാ ലാലേട്ടൻ ഫാനാണ്. ശരിക്കും ഒരു ദിവസം ഒരു പെർഫോമൻസും ഒരു സിനിമയും കണ്ടിട്ട് എന്റെ പൊന്നു ബ്രോ ലാലേട്ടൻ പൊളിച്ചടുക്കി എന്ന് പറയാൻ കൊതിയാവുകയാണ്. സത്യം പറയല കൊതിയാണ്. പുള്ളിക്ക് കൊടുക്കണമെങ്കിൽ ചെയ്യാൻ പറ്റുമോ? അല്ലെ അതാണ് മോഹൻലാലിന്റെ താരപദവി അവസാനിച്ചു. പഴയ സിഗ്നേച്ചർ ശബ്ദത്തിലും ശൈലിയിലും മോഹൻലാലിനെ ഇനി കാണാനാകില്ല. ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് അയാൾ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ ശക്തി, ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ചാരം മൂടിയ കനലിന് മീതെ കാറ്റ് വീശട്ടെ, അതൊരു കനൽ കാറ്റാവട്ടെ. കുറച്ച് സമയമേ ഉള്ളൂ, എന്നിട്ട് അത് കണ്ടിട്ട് നമുക്ക് മനസ്സ് നിറഞ്ഞു. ആരുടെ കണ്ണ് കുളിർക്ക കണ്ടു. ലുക്ക് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ലാലേട്ടൻ പൊളിയായിരുന്നു. പൊളി. കാലം മാറിച്ചാൽ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ, എന്താ, എങ്ങനെയാണ്. ഫസ്റ്റ് 100 crore from Bollywood. First 200 from Bollywood. Congratulations, guys. I'm happy you're back. ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. ഒരേ ഒരു രാജാവ്. മലയാളത്തിലും തമിഴിലും ബോളിവുഡിലും സിനിമ ചെയ്തു ഏറ്റവും അത്ഭുതപ്പെടുത്തിയ അഭിനേതാവ് ആരാണ്? അത് എനിക്ക് തോന്നുന്നത് മോഹൻലാൽ തന്നെ. നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ഒരു അത്ഭുതം തന്നെയാണ് മോഹൻലാൽ. അദ്ദേഹം ഒരു അവതാരമാണ്. ഒന്നുമല്ല, ജസ്റ്റ് ഹിസ് ഐസ്. There's not much of dialogues. അദ്ദേഹം സംഭാഷണം കുറവാണ്, പക്ഷേ he's acted with his eyes. മോഹൻലാൽ എന്ന നടൻ ബിയോണ്ട് കമ്പാരിസൺ. உலக அளவுல ஒரு 10 சிறந்த நடிகர் இருப்பாங்க அப்படின்னா அதுல நம்ம இந்தியால இருந்து நிச்சயமா போக முடியும். ലഹരിയുടെ ഭൂതഗണങ്ങളെ കാവൽ നിർത്തി ശിലകളിൽ രൂപങ്ങൾ ഞാൻ ആവാഹിച്ചു വരുത്തും. അഭിനയത്തിന്റെ ഒരു ചക്രവർത്തിയാണ് അദ്ദേഹം. പക്ഷേ ഇന്നും when you see him on screen there's a magic. There's magic in that. നമ്മളെയൊക്കെ എല്ലാ കാലവും അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് മോഹൻലാലിന്റെ വിനോദം. മോഹൻലാൽ വിസ്മയങ്ങളുടെ അവസാനിക്കാത്ത ഒരു ഖനിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ എൻ്റെ മനസ്സിൽ സിനിമയിലെ തിരക്കത്തിൽ എന്നപോലെ ഉറച്ചൊരു വാചകമുണ്ട്, എനിക്ക് എൻ്റെ പിള്ളേരുണ്ട്.
ആവേശം അത് ഇന്ദു ചൂടൻ എന്നൊരു വ്യക്തിയല്ല, നീ കണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. റിച്ചു വർഗീസ് മ്യൂനെ കിട്ടിലൻ സാധനം, കിട്ടിലൻ എഡിറ്റ്, കിട്ടിലൻ വീഡിയോ, ഒന്നും പറയാനില്ല, പൊള്ളിച്ചടുക്കിയിട്ടുണ്ട്. കാരണം അവസാനമൊക്കെ എത്തിയപ്പോഴേക്ക് നമുക്ക് രോമാഞ്ചുണ്ടായി എന്നുള്ളതാണ്. ബാക്കിലുള്ള എന്താ പറയുക, എനിക്ക് തോന്നുന്നത് രഞ്ജി പണിക്കർ, അതുപോലെ രഞ്ജിത്ത് തുടക്കത്തിൽ, ഇതൊക്കെ വോയിസ് ജീത്തു ജോസഫ്, ഇതൊക്കെ വോയിസിൻ്റെ ഇങ്ങനെ ആ ഒരു മ്യൂസിക്കും ലാലേട്ടൻ്റെ ആ പെർഫോമൻസ് അവിടെ കാണിക്കുന്നു. അതായത് ഗുരു എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ ഗുരുവേ എന്ന് പറഞ്ഞിട്ട് ആ കാഴ്ച തിരിച്ചു കിട്ടുന്ന സമയത്തുള്ള സാധനം കണ്ടു. അപ്പോൾ നമുക്ക് കിട്ടിയൊരു സന്തോഷം ആ സിനിമ കാണാൻ നമുക്ക് കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴൊരു സന്തോഷവും വല്ലാത്തൊരവസ്ഥയാണ് അതൊക്കെ ആ സിനിമ കാണുന്നതൊക്കെ. അതുപോലെ എത്രയോ സിനിമകൾ, ആ സിനിമയുടെ പേര് തട്ടറുമില്ല, കാല് ബൂട്ട് നക്കുന്ന സിനിമ ഉണ്ടല്ലോ, അതുകൊണ്ട് അയ്യോ കാണുമ്പോൾ നമുക്ക് തന്നെ കണ്ട് വല്ലാണ്ട് രോഷമൊക്കെ അല്ലേ, ഭയങ്കര ഇതായി പോകും അങ്ങനെ കാണിക്കുമ്പോൾ. അതുപോലെ കുറേ സീൻ, ഇരുവർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരൊറ്റ സീൻ മതി, കുറേ ഉണ്ട് ആ സിനിമയിൽ, ഒരുപാട് പറയാനുണ്ടെങ്കിൽ പോലും എനിക്കൊന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ നായകൻ്റെ പേരുണ്ടല്ലോ, ചെല്ലോ പ്രകാശ് രാജ്, പുള്ളിക്കാരൻ മറ്റേ കവിത ഇങ്ങനെ മറ്റേ ആളോട് ഇങ്ങനെ പറയുന്ന ആ വരികൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ നോട്ടും ഒന്നുമില്ല, ആ സീനിൽ വെറുതെ നിർത്തിക്കണം. ബാക്കി രണ്ടുപേരും മെനക്കെട്ട് വലിയ വലിയ ഡയലോഗുകളും വലിയ വലിയ ഈ വരികളും സാഹിത്യവും ഫിലോസഫിയും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് പുള്ളിയുടെ എക്സ്പ്രഷനാണ് ജസ്റ്റ് ഇയാളെ നോക്കുന്നു, തിരിച്ചു നോക്കുന്നു, പിന്നെ ആ അഭിമാനം വരുന്നു, ആ ഒരു ഉള്ളിലുള്ള എക്സൈറ്റ്മെന്റ്, ഇനി എന്താണ് പ്രകാശ് റെഡ്ഡി ക്യാരക്ടർ പറയാൻ പോകുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ്, അത് കേൾക്കുമ്പോഴുള്ള സന്തോഷം, എല്ലാം കൂടെ അങ്ങനത്തെ ഒരൊറ്റ സീനിൽ തന്നെ പുള്ളിക്കാരൻ്റെ അഭിനേതാവിനെ തിരിച്ചറിയാൻ പറ്റുന്നതാണ്. സോ കുറ്റം പറയുന്ന ആളോട് പറയുന്ന ഒന്നേ ഉള്ളൂ, മറക്കരുത് കേട്ടോ, പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഒരിക്കലും മറക്കരുത്. അതൊന്ന് പൊടി തട്ടിയെടുത്താൽ അല്ലെങ്കിൽ കുറച്ച് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ ആരാണ് ലാലേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന മഹാനടൻ മോഹൻലാൽ എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ അഭിനയം, അതിലുള്ള മികവ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഒന്ന് പുറകിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയാലും മതി, കാരണം ഇറങ്ങാനിരിക്കുന്നത് അത്തരത്തിലുള്ള സിനിമകളാണ്. അന്ന് ഒരു പക്ഷേ തിരുത്തി പറയേണ്ടി വരും, കുറിച്ച് വെച്ചോളൂ. ഇനി നമുക്ക് എ കട്ട്സിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നോക്കാനുള്ളത്. അത് പുള്ളി എനിക്ക് അയച്ചു, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നാണ്. ഇന്നലെ അയച്ചിട്ട് എനിക്ക് ലിങ്ക് വർക്കായില്ലായിരുന്നു. ഇന്നിപ്പോൾ കോപ്പറേറ്റുള്ള ബ്രോ എന്ന് പറഞ്ഞിട്ട് ഞാനത് ജസ്റ്റ് വെച്ചപ്പോൾ ലിങ്ക് വർക്കായി. ഇന്നലെ എനിക്ക് കിട്ടിയില്ല, എന്താ സംഭവം എന്നറിയില്ല. ഇനി 2 മിനിറ്റ് 34 സെക്കൻഡ് മാത്രമുള്ള വീഡിയോ ആണ്. ജസ്റ്റ് നമുക്ക് ഇതുകൂടെ കണ്ടിട്ട് വരാം. ഓക്കെ, റെഡി. 1 മിനിറ്റ് കേട്ടോ, സോറി. ഓക്കെ, പ്ലീസ് റൊട്ടേറ്റ്. ഓക്കെ, യൂസ് ഹെഡ്ഫോൺസ്. പണ്ടെങ്ങോ കോളേജിൽ പഠിക്കുമ്പോ ഒരു മഗ് ഷോട്ട് കണ്ടത് ഓർമ്മയുണ്ട്. ദ മലയാളി ഡോൺ. ഓഫീസർമാർക്ക് അവനെ പിടിച്ച് അകത്തിട്ടാലേ 4-ാം വെക്കൻ ചന്തിയിലെ പൊടിയും തട്ടി അവനിങ് ഇറങ്ങി പോരും സക്കീർ ഹുസൈൻ. എന്നിട്ട് അവൻ എന്റെ കുടുംബത്തോട് കയറി വന്ന് നെടുത്തും എന്നെ പിടിച്ച ഐസ് വെട്ടി കിടത്തും. അതാണ് അവന്റെ നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠന്റെ വീട്ടിൽ നിന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവില്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇതങ്ങേർക്ക് വേണ്ടി കുടിക്കുന്നത് നാടൻ വാറ്റിൽ ഇളനീരൊഴിച്ചു കുടിച്ച് പാട്ടുപാടി മൃദംഗം വായിച്ചു ആളെ തല്ലി കോലം മാറ്റുന്ന വലിയ ചട്ടമ്പിയായിരുന്നു. അമ്പലത്തിൽ എന്റെ അമ്മയെ ബ്ലാക്ക് മെയിൽ ഫ്യൂഡൽ ലോ മംഗലശ്ശേരി ആട്ടിൻ പാലും കാന്താരി പിഴിഞ്ഞതും വേറെ വല്ലവന്റെ കുടലാണെങ്കിൽ കരിഞ്ഞു എക്സ്പ്രഷൻ മോളെ ജഗന്നാഥനാണ്. ഞാനെത്തും. ബീറ്റ് അടി കൊണ്ടാ പ്രശ്നമില്ലാത്ത ആൾക്കാർ മുന്നോട്ട് വരാം, അല്ലാത്തവരൊക്കെ കുറച്ച് പുറകോട്ട് മാറി നിൽക്കണം. ഐസല്ലേ ചവിട്ടി അവന്റെ അണ്ണാ
Agni Shapush, yeah, there is. Night examination. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അഗ്നി ഷപ്പൂട്ട് അത് തന്നെയാണ് ആളുടെ പേര്. ഇതിൽ നൈസ് എഡിറ്റ്, അതിൽ ആ ബീറ്റ് കൂടി കേട്ടോ. ആ ബീറ്റ് വരുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഭയങ്കര രസമുണ്ട്. ആൻഡ് കട്ട്സും ഭയങ്കര രസമായിട്ടുണ്ട്. ഇന്ന് തല്ല് കൊണ്ടാൽ കുഴപ്പമില്ലാത്ത ആളുകളൊക്കെ മുന്നോട്ട് വരാന്നുള്ള ഡയലോഗ് ഭയങ്കര നൈസായിട്ടുണ്ട്. എഡിറ്റിംഗ് വെച്ചിരുന്ന രീതി നൈസായിട്ടുണ്ട്. 2 മിനിറ്റ് 34 സെക്കൻഡ്, കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നു. പിന്നെ തുടക്കത്തിലേക്ക് ആകെ തോന്നിയത് ബീറ്റിന്റെ വോയിസ് കുറച്ച് ബീറ്റ് മുകളിൽ കയറുന്നു. കുറച്ചുകൂടി ബീറ്റ് കുറച്ചിരുന്നെങ്കിൽ ആ ഡയലോഗ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. മോശം എന്നെല്ലാം പറയുന്നത് അത് മാത്രമാണ് എനിക്കൊന്ന് കുറച്ച് തോന്നിയത്. ബാക്കിയെല്ലാം പൊളി സാധനം. പിന്നെ കുറച്ചുകൂടി ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഈ 2 മിനിറ്റ് 34 പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. കുറച്ചുകൂടി ലെങ്ത് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ആസ്വദിക്കായിരുന്നു. കാരണം അത്ര രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. സോ എന്തൊക്കെ പറഞ്ഞാൽ അവസാനം പറയാനുള്ളത് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്നും ഇനി അദ്ദേഹത്തിൻ്റെ സിനിമകൾ നല്ല സിനിമകൾ വരട്ടെ എന്നാണ്. കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത്ര മികച്ചൊരു നടനാണ് ലാലേട്ടൻ എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല, യാതൊരു ഡൗട്ടും ഇല്ല. പറയേണ്ടവർ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള നക്കന്മാർക്ക് ആ വഴി പോകാം. നക്കന്മാർ എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള അത്രയും ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളല്ല, വെറുതെ കുറ്റം പറയുന്ന ചില ആളുകളുണ്ടല്ലോ, അവരെയാണ്. ഹേറ്റേഴ്സോ അല്ലെങ്കിൽ മമ്മൂക്ക ഫാൻസ് ലാലേട്ടൻ ഫാൻ അങ്ങനെയല്ല കേട്ടോ. സോ അത് നല്ലവരായാലും നിങ്ങൾ ആ രീതിയിൽ എടുക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലാലേട്ടൻ ഫാൻസ് ഒന്ന് ലൈക്ക് ചെയ്യുക. എത്രമാത്രം ലാലേട്ടൻ ഫാൻസ് ഇത് കണ്ടു, അത്ര എന്താ പറയുക കട്ട ലാലേട്ടൻ ഫാൻസ് എത്ര ഉണ്ടെന്ന് അറിയാലോ.